അപ്പോൾ ഒരിക്കൽ കൂടി യൂട്യൂബ് വിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ എടുത്ത് പുതിയ മൊബൈലിലും സെക്കൻഡ് മൊബൈലും എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സ്ക്രീൻ ഗാർഡ് എങ്ങനെ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ട് ഒട്ടാം, ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ കൊണ്ടുപോയി തന്നെ ഒട്ടണോ എന്നൊരു ആലോചനയിലൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ മിക്കവാറും പുതിയ മൊബൈൽ എടുക്കുമ്പോൾ അതിൻ്റെ അഡീഷണൽ ആയിട്ട് തന്നെ താഴെ തന്നെ ബുക്ക് ചെയ്യുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ടെമ്പേർഡ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കും. അപ്പോൾ പലരും ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ഐറ്റം കയ്യിലെത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ പക്ഷേ അതിൽ തന്നെ അതിൻ്റെ താഴെ തന്നെ എങ്ങനെ ഒട്ടാമെന്നുള്ളൊരു ഇതും കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആരും ഒന്നും ചെയ്യില്ല, നേരെ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. ചേട്ടാ ഇതേപോലെ ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്, നിങ്ങളൊന്ന് ഒട്ടിത്തരും, ഞങ്ങൾ കാശ് തരാൻ പറയും. അപ്പോൾ നമ്മൾ നേരെ കടയിൽ കൊണ്ടുപോയി കൊടുക്കും, അവർ കറക്റ്റായി ഒട്ടിത്തരും. അവർ അതിന് ഒരു 50 രൂപയോ 30 രൂപയോ 20 രൂപയോ എന്തായാലും മേടിക്കും. ഒരു കാര്യം ആരും കാശ് തരാതെ ഒന്നും ഫ്രീ ആയി ചെയ്തു തരില്ല, മൊബൈൽ കടക്കാരനും ആരായാലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഈസിലി എങ്ങനെ നമ്മൾ തന്നെ ഒട്ടാം. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, വളരെ ഈസിയാണ്. അതിൽ തന്നെ എല്ലാ സാധനവും അവർ തൊട്ടാനുള്ളതും അതിൽ മൊബൈൽ ക്ലീൻ ചെയ്യാനുള്ളതും എല്ലാം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ അതാ ടെമ്പേർഡ് ഗ്ലാസ് ഞങ്ങളുടെ ഒരു മൊബൈലിൽ ഒട്ടിക്കാൻ പോണ്. മൊബൈൽ വന്നിട്ട് J7 പ്രൈമാണ്, സെക്കൻഡ് ഹാൻഡ് മൊബൈലാണ്, ഫ്രഷ് ഒന്നുമല്ല മൊബൈൽ. ഈ ഐറ്റം വന്നിട്ട് ഫ്രഷാണ്. ഈ ഐറ്റം വന്നിട്ട് ഫ്രഷാണ്, ടെമ്പേർഡ് ഗ്ലാസ് ഫ്രഷാണ്. അപ്പോൾ ടെമ്പേർഡ് ഗ്ലാസിൻ്റെ പവർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഞങ്ങൾ ഒട്ടുന്നത് 2.5D ഗ്ലാസ്സാണ് ഒട്ടിക്കുന്നത്, സ്ക്രീൻ പ്രൊട്ടക്റ്റഡ് 2.5D ഗ്ലാസ്സാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതിൽ ഹൈ ഡെഫിനിഷൻ ഒപ്റ്റിക്കൽ ക്ലിയർ, പിന്നെ ആൻറ്റി ഓയിൽ റെസിസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് ഓർ ഓയിൽ സ്റ്റെയിൻസ്, ഐ പ്രൊട്ടക്ഷൻ, ബബിൾ ഫ്രീ ഇൻസ്റ്റലേഷൻ. നല്ലൊരു ബ്രാൻഡിൻ്റെ ഇതിനാണ്. പവർ എന്ന് പറയുന്ന സ്ക്രീൻ പ്രൊട്ടക്ടറാണ് 2.5Dൻ്റെ. ഇതിൻ്റെ വില എത്രയാണ്? ഇതിൻ്റെ വില 169. ജസ്റ്റ് ഒരു 169 റുപ്പീസിൻ്റെയാണ് ഈ ടെമ്പേർഡ് ഗ്ലാസ് ഞങ്ങൾ പഠിച്ചിരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി കിട്ടും. 3D ഗ്ലാസ് ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി കിട്ടും. ഞങ്ങൾ ജസ്റ്റ് 169 റുപ്പീസിൻ്റെയാണ് ഇത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ മറക്കാതെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങൾ കൂടുതലും ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ സംഭാവനകൾ കൂടുതൽ വരുമ്പോൾ പരിപാടി ഉഷാറാകുമെന്ന് പറയുന്നത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ ഞങ്ങളുടെ ചാനലും നിങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ ഡെഡിക്കേഷൻസ് കൂടുകയേ ചെയ്യുള്ളൂ, ഒരിക്കലും കമ്മിയായില്ല. സബ്സ്ക്രൈബേഴ്സും കൂടുതൽ ഷെയർ ചെയ്താലേ ഞങ്ങളുടെ വീഡിയോ കൂടുതൽ പേർക്ക് എത്തിപ്പെടുകയുള്ളൂ. ഈ എപ്പോഴും ഞങ്ങളൊക്കെ കണ്ടുവരുന്ന എപ്പോഴും വ്യൂസ് കമ്മിയായി വരുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനൊരു മടിയൊന്നും തോന്നില്ല. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും അത് ഞങ്ങളുടെ ഫുൾ ഡെഡിക്കേഷൻ തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അതുപോലെ കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെറി വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ഇട്ടോ, എന്ത് ഓള വീഡിയോയുടെ ചെയ്യുന്ന വേണ്ടിയിട്ട് നിങ്ങൾ ഇട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടിട്ടും വീഡിയോ ആണെങ്കിൽ അത് നമ്മുടെ മലയാളികളുടെ സ്വഭാവമാണ്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളും. മറക്കാൻ തന്നെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വിടുക, അത്രയും ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഹീറോ ആയ ഇന്നത്തെ വീഡിയോയിലെ ഹീറോ ആയ പറഞ്ഞാൽ ടെമ്പേർഡ് ഗ്ലാസ്സാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സ്ക്രീൻ പ്രൊട്ടക്ടർ ഞങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്തു. മറ്റേ റിയൽമി 5 ശരിക്കും ആദ്യം ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ ശരിക്കും ആദ്യം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അൺബോക്സിങ് വരെ ചെയ്യാണ്. പേടിക്കേണ്ട. ഇത് സ്ക്രീൻ പ്രൊട്ടക്ടർ 2.5D ഗ്ലാസ് ഇതാ എടുക്കുകയാണ്. ഐറ്റം പവർ, അവരുടെ പാക്കിംഗ് ഇതാണ്. പാക്കിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല, വലിയ ഡാമേജ് ഒന്നും വരില്ല. നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ് അവരുടെ വന്നിരിക്കുന്നത്, ഒറിജിനലാണ്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. സ്ക്രീൻ അതിൻ്റെ പാക്കിങ്ങിൻ്റെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ സ്കാനൊക്കെ ചെയ്ത് നോക്കാം. QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്കോ ഫ്രണ്ട്ലിയാണ്, ഗ്രീൻ പ്രൊട്ടക്ടർ അങ്ങനെയൊക്കെയാണ്, എക്കോ ഫ്രണ്ട്ലിയാണ്. ഇമെയിലൊക്കെ ഉണ്ട് അവരുടെ, ശ്രീ വിഘ്നേശ്വര എൻ്റർപ്രൈസസ് 99@gmail.com. ഇതാണ് അവരുടെ ഇമെയിൽ. നമ്മളപ്പോൾ തുറന്നിരിക്കുകയാണ്. സ്ക്രീൻ പ്രൊട്ടക്ടർ മെല്ലെ എടുക്കുന്നത്. ഷീൽഡ് ടെമ്പേർഡ് ഗ്ലാസ് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇതൊന്നുമില്ല, ഇതൊരു ചെറിയൊരു അട്ടയാണ്. നമ്മൾ അടുത്തത് ഹീറോ ഉള്ളിലാണ്. ഇതാണ് ടെമ്പേർഡ് ഗ്ലാസ്. ഒരു ഇതിൽ വൈറ്റ് കവറുടെ ഉള്ളിലായിട്ട് തന്നിട്ടുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ വേറെ എന്തൊരു 2 ഐറ്റം ഉണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മൾ മൊബൈൽ കടക്കാർ പല തുണികളും പല ഇതൊക്കെ ഇട്ടിട്ട് തുടയ്ക്കും. ഒരു നല്ല ഹൈ കടയിലൊക്കെ പോയി പറഞ്ഞാൽ അവർക്ക് എയറൊക്കെ ഇട്ടിട്ട് തുടച്ച് നല്ല വെറ്റായിട്ടും നല്ല ഡ്രൈ ആയിട്ടൊക്കെ ചെയ്തണം. ഇതും അതേ ഒരു ഐറ്റം തന്നെയാണ്. വെറ്റും ഉണ്ട്. ആദ്യം വെറ്റായിട്ട് തുടയ്ക്കണം. റിമൂവ്സ് എക്സസ് ഡേർട്ട്, അതായത് നമ്മൾ മൊബൈലിൽ പൊടികളൊക്കെ തുടയ്ക്കാൻ വെറ്റായിട്ടുള്ളൊരു ജെല്ല് ആദ്യത്തെ തരും വൈപ്സ്. രണ്ടാമത്തെ വേണ്ടി ഡ്രൈ ആയിട്ടുള്ളൊരു വൈപ്സ് തരും. അപ്പോൾ ക്ലീനിങ് പേപ്പറാണ് ഇതിലുള്ളിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ രണ്ടും എടുത്തിട്ടുണ്ട്. ഈ രണ്ടും കൊണ്ട് തുടയ്ക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം മൊബൈൽ. അപ്പോൾ ഇനി നമുക്ക് മൊബൈലിൻ്റെ അടുത്തേക്ക് പോകാം. ഈ ഐറ്റത്തിൽ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി മൊബൈലിൻ്റെ അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. J7 പ്രൈം. ഇനി നമ്മൾ ഇതാക്കും. ഏകദേശം ഞങ്ങളുടെ ഒരു അത്യാവശ്യം കൈ കൊണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് മെയിനായിട്ട് തന്നാൽ അവർ ആദ്യം വെറ്റ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. വെറ്റെടുക്കണം. വെറ്റ് ജെല്ലാണ്. വെറ്റൊരു ക്ലീനിങ് പേപ്പറാണ്. അത് കീറി തുടയ്ക്കാൻ പോകണം ഞങ്ങൾ.
ഞങ്ങൾ ഇത് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത്, നിങ്ങൾക്ക് ഏതെന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞങ്ങൾ എന്താണ് ഇതിൻ്റെ ഈ ഐറ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പഠിച്ചോ, ഈസിലിയാണ്. നിങ്ങൾ ഒരിക്കലും കട കണ്ടോ അവരുടെ വെറ്റ് പറഞ്ഞപ്പോൾ കറക്റ്റ് ലിക്വിഡ് വരുന്നത്. ഇതാണ് വെറ്റ് പറയണ ഐറ്റം. ഉണ്ടോ, നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. ക്യാമറയ്ക്ക് ഒന്നും ആകില്ല. എന്താണ് ഇതിൽ സ്പീക്കറിൻ്റെ ഉള്ളിൽ പോകുന്നുള്ളൊരു നിങ്ങൾക്കൊരു പേടിയൊന്നും വേണ്ട, എവിടെയും പോവില്ല. വെറ്റായിട്ടുള്ളതാണ്. കാരണം അവരുണ്ടാക്കി തരുന്നത് അങ്ങനത്തെയാണ്. കണ്ടില്ലേ കറക്റ്റ് നിങ്ങൾ കാണേണ്ടത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ പാക്കറ്റ് തുറന്നു, അങ്ങനെ വെച്ചു, ഇതങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. ഇതാ സൈഡൊക്കെ തുടച്ചു. ഇത്രയേ ഉള്ളൂ, ഈസിലിയാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുമത്രോളം തുടച്ചോളൂ. നിങ്ങളുടെ ഒരു സമാധാനം. എത്ര പൊടിയുണ്ടോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾക്ക് പറ്റുമത്രോളം തുടച്ചോളൂ. ഞങ്ങൾ നേരത്തെ ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ പൊടിയില്ലെന്ന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് അതിൻ്റെ ഡ്രൈ തന്നെ എടുക്കണം. കൂടുതൽ നേരം വെക്കാൻ പറ്റില്ല. അതിൻ്റെ ഡ്രൈ തന്നെ എടുക്കുക. ഒരു കൂടുതൽ ഉണ്ടോ മൊബൈൽ കാണാനിരിക്കുന്നത് കറക്റ്റ് വെറ്റ്. ഇനി അതിൻ്റെ ഡ്രൈ ആണ്. ഇതാ ഡ്രൈ ഉണ്ടല്ലോ, രണ്ടാമത്തെ വന്നിട്ട് അവർ ഡ്രൈ എടുത്തോ. അവർ നമ്പർ തന്നിട്ടുണ്ട് ഏതൊക്കെ ആദ്യം തുടയ്ക്കേണ്ടത്. ഇതൊന്ന് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അതേ വിധത്തിലുള്ളവർ ഇത് ഡ്രൈ ആണ്. കാരണം വലിച്ചെടുക്കും, ഇതിനെയൊക്കെ വലിച്ചെടുക്കും. നമ്മൾ കൂടുതൽ നേരം വെച്ച് പറഞ്ഞതാ. കൂടുതൽ നേരം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വലിച്ചെടുക്കും. അതുപോലെ പോട്ടെ, കുഴപ്പമില്ല. വെള്ളത്തിലല്ലേ കാരണം അതിലൊന്നുമില്ലല്ലോ. കാരണം അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഡ്രൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടയ്ക്കുക. ആ വെറ്റായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ വലിച്ചെടുപ്പിക്കണം. കാരണം ഡ്രൈ വെച്ചിട്ട് നിങ്ങളുടെ ഒരു സമാധാനത്തിന് പറ്റുമത്രോളം തുടച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നോക്കണം ഇത് പൊടിയുണ്ടോ ഇല്ലയെന്ന്. എന്താ ഞങ്ങൾ നോക്കിയപ്പോൾ പൊടിയൊന്നുമില്ല. അത്യാവശ്യം എല്ലാവിടെയും ക്ലീൻ ആയിട്ടുണ്ട്, പൊടിയൊന്നുമില്ല. പിന്നെ അടുത്തത് മെയിൻ ഹീറോനെ എടുക്കണം. പുറത്തെടുത്തിരിക്കണം മെയിൻ ഹീറോനെ എടുത്തു. മെയിൻ ഹീറോനെ എടുത്തിട്ട് നോക്കുമ്പോൾ അതിലൊരു സ്റ്റിക്കർ ഉണ്ടാവും. സ്റ്റിക്കർ എടുത്ത് വെക്കണം, അത്രയേ ഉള്ളൂ. ഇതാ സ്റ്റിക്കർ എടുക്കുക. സ്റ്റിക്കർ എടുത്തിട്ട് കറക്റ്റായിട്ട് J7 പ്രൈമിൻ്റെയാണ് സ്റ്റിക്കർ എടുത്തിട്ട് ഇതാ കറക്റ്റ് ഒറ്റ വെക്കൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോളൂ, ഒറ്റ വെക്കൽ. ഇതാ കണ്ടോളൂ, ഒറ്റ വെക്കൽ. ഇതാ ഞാൻ മൊബൈൽ പിടിച്ചിരിക്കുന്നത് ചങ്ങാതി ഒട്ടിച്ചു. ഒരൊറ്റ വെക്കൽ. ഒരിക്കലും നിങ്ങൾ മൊബൈൽ കടയിൽ കൊണ്ടുപോയിട്ട് ഇത്രയും ചെയ്യേണ്ട ഈസി പണിയെ. ഇതാ എയർ താനേ പോയിക്കോളും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എയർ താനേ പോയിക്കോളും. എയർ താനേ ഒരു സൈഡിലേക്ക് പോയിക്കോളും. ഇതാ ഞങ്ങൾ ഒട്ടിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എല്ലാവരും പേരിക്കൊണ്ട് ഇപ്പോൾ കടയിൽ പോയി ഒട്ടിച്ചാലും എയർ കയറുന്നൊക്കെ ഉണ്ട്. അത് എയറൊക്കെ കയറും. ഇത് ഞങ്ങൾ ഒട്ടിച്ചപ്പോൾ ഇതാ ഒരു സൈഡ് എയർ ഉണ്ട്. ഞങ്ങൾക്ക് എയർ ഇല്ലയെന്നൊന്നും ഒരിക്കലും പറയില്ല. ഇതാ കാണിച്ചത് ഈ സൈഡ് ഇപ്പോൾ ഒട്ടിക്കഴിഞ്ഞാണ് ഞങ്ങൾ. ഇതാ ഈ സൈഡ് എയർ ഉണ്ട്. കാരണം ഒരു സൈഡ് എയർ ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കടയിൽ നിന്ന് ഒട്ടിയൊരു ഇതുണ്ട്. എൻ്റെ കടയിൽ നിന്ന് എന്താണ് J6 ഒട്ടിയതാണ്. J6 ഒട്ടിയെന്ന് പിടിക്കുക. ഈ മൊബൈൽ പിടിക്കുക. ഞങ്ങൾ ഒട്ടിയത് ഇതാ J6 ഒട്ടിയതാണ്. കാണിച്ചു തരാം. ഇതാ J6 ഒട്ടി ഈ സൈഡും ഇതാ ഈ കറക്റ്റ് ഈ റൗണ്ട് മൊത്തം എയർ ഉണ്ട്. ഇതാണ്ടോളി ഇത് മൊത്തം എയർ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒട്ടിച്ചിട്ട് ഒരിക്കൽ കൂടി എടുത്തിട്ടും പിന്നീട് ഒട്ടിച്ചാണ്. അപ്പോൾ കടയിൽ നിന്ന് ഒട്ടിയാലും എയറൊക്കെ കയറും. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കേണ്ടത് മെയിനായിട്ട് എയർ സെൻറ്റർ വരാതെ മാത്രം നോക്കുക. കാരണം ഞങ്ങളെടുത്തപ്പോൾ എയർ ആദ്യം ഒന്ന് സെൻറ്റർ വന്നു, പിന്നെ അതൊന്ന് കറക്റ്റ് മെല്ലെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ എയറിനെ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ചിട്ട് പോകുക. അത്രേ ഉള്ളൂ. ഈ ഐറ്റം ഒരിക്കലും ബട്ടൺ ഇപ്പോൾ ഏകദേശം ഇറങ്ങുന്ന മൊബൈലിലൊന്നും ബട്ടണൊന്നുമില്ല. എനിക്ക് നോട്ട്സ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾ ബട്ടൺ ഉള്ളതാണെങ്കിൽ ബട്ടണിൽ ആദ്യം വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്ക്രീൻ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്കർ വലിച്ച് തരുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പോകുക. എയർ പുറത്തേക്ക് കളയുക. ഒരു സൈഡ് എയർ കയറി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഏകദേശം. പിന്നെ ഈ സെൻറ്റർ ഈ ഭാഗത്തായിട്ട് എയർ മാത്രം വരാതിരിക്കുക. വന്നു പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഇതിനൊന്ന് സ്ലൈഡ് ചെയ്ത് മെല്ലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് ആക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതായത് ലൈക്ക് ചെയ്യാം, പറഞ്ഞ് പഠിപ്പിക്കുക, ഷെയർ നിങ്ങൾ എത്ര വേണമെങ്കിലും ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുള്ളൂ. അല്ലാതെ ഈ വലിയ മില്യണായിട്ടുള്ള എന്താണ് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുകളിൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ എന്നിട്ട് വിചാരിച്ചിരുന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വന്നോളും. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ നിങ്ങൾ മറക്കാണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾ എന്ത് തെറി വേണമെങ്കിലും ചെയ്യും. തെറി അയച്ചിട്ട് ഞങ്ങൾ കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ കമൻറ്റ് ചെയ്യണം സൂപ്പറാണ് അടിപൊളിയാണെന്ന് കമൻറ്റ് ചെയ്യാനൊന്നും ആരോടും പറയണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിന് കമൻറ്റ് ചെയ്യാം.